തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത് വാഴക്കോടും അകമലയിലും കാട്ടാനശല്യം രൂക്ഷം. പ്രദേശത്ത് ഒറ്റയാന്റെ ആക്രമണം പതിവാകുന്നു. ഇന്നലെ രാത്രിയുണ്ടല്ലോ വാഴക്കോട് ഇറങ്ങിയ ആന കൃഷി നശിപ്പിച്ചു. നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് ആനയെ പടക്കം പൊട്ടിച്ച് കാട് കയറ്റി. വിശദാംശങ്ങൾ MS ലിഷോയ് നൽകും. ലിഷോയ്, പതിവാണോ ഈ സ്ഥലത്ത് ഇത്തരത്തിൽ കാട്ടാന ശല്യം? തീർച്ചയായും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിലെ ആളുകൾക്ക് ഉറക്കമില്ല. അതായത് കാട്ടാനശല്യം വളരെയധികം രൂക്ഷമാണ്. ഈ ഒരു ഒറ്റയാനാണ് ഈ പരിസരത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. പലയിടങ്ങളിലായി ഇറങ്ങി രാത്രിയും പുലർച്ചെയും ഒക്കെ തന്നെ കൃഷിനാശം ഉണ്ടാക്കുകയാണ്. ജനവാസ മേഖലയിൽ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ആന ഇറങ്ങുന്നുണ്ട്. ആ ആന ഇറങ്ങി ഈ വീടുകളുടെ മുൻപിലേക്കും അതിനോടൊപ്പം തന്നെ ആ പരിസരത്തുള്ള കൃഷിയിടങ്ങളിലേക്കും എല്ലാം തന്നെ എത്തുന്നു. പ്രധാനമായും വാഴയാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ മേഖലയിൽ വടക്കാഞ്ചേരി മേഖലയിലൊക്കെ തന്നെ വാഴക്കൃഷി വളരെയധികം ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ വാഴ കൃഷി നടക്കുന്ന ഇടങ്ങളിലേക്ക് ആന എത്തുകയും അതിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ എടുത്ത് ഭക്ഷിക്കുകയുമാണ് പ്രധാനമായും ചെയ്യുന്നത്. ഈ മേഖലയിലെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ വലിയ ഒരു ഭീതിയാണ് ആളുകൾക്കെല്ലാം തന്നെ ഉള്ളത്. കൂടാതെ ഇവിടെ തന്നെയാണ് ഷൊർണൂർ ഭാഗത്തേക്കുള്ള റെയിൽവേ പാതയും ഉള്ളത്. ഈ റെയിൽവേ ട്രാക്കിലേക്ക് ആന കടക്കുന്നത് റെയിൽവേക്കും വലിയ പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. വനംവകുപ്പും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആനയെ കാട് കയറ്റാനായുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും പക്ഷേ വീണ്ടും ഒരു ദിവസം കയറുന്നു, പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ആന നാട്ടിലേക്ക് തന്നെ ഇറങ്ങുന്നു. അങ്ങനെയാണ് ഉള്ളത്. വനംവകുപ്പ് കഴിഞ്ഞ 2-3 ദിവസമായി ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. അതായത് ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി, പക്ഷേ പിന്നീട് ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ വാഴക്കോട് മേഖലയിലാണ്, ആദ്യം അകമല മേഖലയിലാണ് ഇറങ്ങിയതെങ്കിൽ പിന്നീട് വാഴക്കോട് മേഖലയിൽ വീണ്ടും ഈ ആനയെല്ലാം തന്നെ ഇറങ്ങുകയാണ് പ്രധാനമായും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ഭീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും തന്നെ. അവിടുത്തെ വാഴക്കോട് മേഖലയിലെല്ലാം തന്നെ ആളുകൾക്ക് പലപ്പോഴും പുലർച്ചെയൊന്നും തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ശരി ലിഷോയ്.